നിങ്ങൾക്ക് ആർക്കും വിഷമില്ല, എന്താ നിങ്ങളുടെ വിഷമം മാറ്റാൻ ഞാൻ പോകണ്ടെന്ന് 13 വയസ്സിൽ വളർത്തിന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് എന്താണ് സത്യാവസ്ഥ നമുക്കറിയില്ല. എന്താണെന്നുള്ള കുട്ടിയെ നോക്കിയിട്ടുണ്ടോ, എന്താണ് അവര് പറയുന്നത് നോക്കി നമുക്കറിയില്ല. നമ്മൾ ഈ കാര്യം അറിയുന്ന കൂടുതൽ കമന്റ് കാര്യങ്ങൾ കാര്യമായിട്ട് കുറെ പേര് സംസാരിക്കും. കാര്യം അങ്ങോട്ട് സംസാരിച്ച പ്രശ്നമില്ല. നമ്മളിപ്പോ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരും വീഡിയോസ് ചെയ്യുന്ന ആൾക്കാർ, ഇപ്പോ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരും കുറെ കാര്യം അറിയാൻ സംസാരിക്കും. കാര്യം അവർ സംസാരിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ. എന്നാലും കാര്യം എന്താണെന്ന് മനസ്സിലാവും. അവരുടെ ജീവിതം എങ്ങനെയാണെന്നുള്ളത് നോക്കിയിട്ട് കാണാം നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടാനായിട്ട്. അപ്പൊ ആരും നമ്മള് ബാഡ് കമന്റ്സ് ഒന്നും പറഞ്ഞങ്ങനെ വെറുതെ എല്ലാവരും മനസ്സിലായി. ഇപ്പൊ വയ്യാണ്ടിരിക്കുന്ന ചേച്ചിയല്ലേ, അത് വെറുതെ വീട് വയ്യേക്ക് മാറിയിട്ട് വീണ്ടും ആൾ ആക്റ്റീവായി കൊടുക്കുന്നില്ല. എന്താ വെച്ചാൽ പറഞ്ഞു. ഓക്കെ, ബിഗ് ബോസ് സീസൺ 6 കണ്ടസ്റ്റന്റ് ആയിരുന്ന നന്ദന രേണുവിനെ കുറിച്ചും അതോടൊപ്പം തന്നെ കിച്ചുവിനെ കുറിച്ചും പറഞ്ഞ ചില കാര്യങ്ങളാണ്. ഇതിൽ ഒരു പോയിന്റ് അത് ശരിയായിട്ട് എനിക്ക് തോന്നി. അത് മറ്റൊന്നുമല്ല, ഈ കാര്യമറിയാതെ ഇവരെ കുറിച്ച് ഈ വിമർശിക്കുന്ന ഒരു ഇതുണ്ട്. അതായത് ഈ കമന്റ് സെക്ഷൻ നോക്കുമ്പോൾ തന്നെ നമുക്കറിയത്തില്ല എന്താണ് ഒരു റിയാലിറ്റി എന്നതിനെ കുറിച്ച് നമുക്കറിയത്തില്ല. പക്ഷേ അനാവശ്യമായിട്ട് ഒരു തരത്തിൽ ഇവരെ അങ്ങ് എന്താ പറയുക അങ്ങേയറ്റം നെഗറ്റീവ് അടിക്കുന്ന തരത്തിലുള്ള ഒരു സംഭവമാണ്. അത് പ്രത്യേകിച്ചെന്ന് പറഞ്ഞാൽ ഒരു 2 വശവും. അതായത് ഒന്ന്, രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അതോടൊപ്പം തന്നെ കിച്ചുവിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുമുണ്ട്. ഇവർ ഇപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് എടുത്തു പറയാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്, ഒന്ന്, രേണുവിൻ്റെ ഈ ഒരു സിറ്റുവേഷനിൽ, ഇപ്പോൾ വയ്യാതിരിക്കുന്ന ഈ ഒരു സിറ്റുവേഷനിൽ നെഗറ്റീവായിരുന്നവർ കുറേയധികം പേര് ഇപ്പോൾ പോസിറ്റീവായി മാറിയിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും അതിൽ തന്നെയും ഇപ്പോഴും രേണുവിനെ അങ്ങേയറ്റം വിമർശിക്കുന്ന അല്ലെങ്കിൽ നെഗറ്റീവ് പറയുന്ന ആൾക്കാരും ഉണ്ട് എന്നുള്ളത് വാസ്തവമാണ്. അത് രേണുവിൻ്റെ വീഡിയോസിൻ്റെ കമന്റ് ബോക്സ് നോക്കുമ്പോൾ തന്നെ നല്ല വ്യക്തമായിട്ട് മനസ്സിലാവുന്ന ഒരു കാര്യം തന്നെയാണ്. രേണു തന്നെ പച്ചയ്ക്ക് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം കൂടി തന്നെയാണ്. അതോടൊപ്പം തന്നെ കിച്ചുവിനെതിരെയും ആ ഒരു തരത്തിലുള്ള കുറേയധികം നെഗറ്റീവ് സ്പ്രെഡായി മാറുന്നുണ്ട്. പക്ഷേ ഇതിൽ യഥാർത്ഥത്തിൽ ഈ 2 പേരുടെയും എന്താണ് ഒരു റിയാലിറ്റി, സംഭവം എന്താണ് എന്നുള്ളത് കറക്റ്റായിട്ട് ഒന്നും തന്നെ മനസ്സിലാകാതെ തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുന്നത്, ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ പറയുന്ന രേണുവിനെ കാണാനായിട്ട് കിച്ചു പോയില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വിവാദം, അതും പൊട്ടി പുറപ്പെട്ട തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കിച്ചു ചെയ്ത ഒരു പരിപാടി എന്ന് പറയുന്നത്, കിച്ചുവിൻ്റെ ഒരു വീഡിയോ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അതായത് വിഷമം മാറ്റാൻ വേണ്ടിയിട്ട് പോയി കാണാമെന്നുള്ള തരത്തിൽ. അപ്പോൾ ആർക്കോ വേണ്ടിയിട്ടാണ് ചെറുക്കൻ പോയി കാണുന്നത്, അങ്ങനെ നീ കാണണ്ട എന്ന് പറഞ്ഞുകൊണ്ട് കുറേയധികം പേര് അവൻ്റെ വീഡിയോയ്ക്ക് താഴെയും വന്നുകൊണ്ട് പൊങ്കാലയുടെ തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ ഈ പറയുന്ന നന്ദന പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത്, രേണു പറയുന്നുണ്ട് ഞാൻ അവനെ വളർത്തി എന്നുള്ളത്. അതോടൊപ്പം തന്നെ കിച്ചു പറയുന്നുണ്ട് ഞാൻ അവൻ്റെ അച്ഛൻ്റെ വീട്ടിലാണ് വളർന്നത് എന്നുള്ള തരത്തിലോട്ടുള്ള കാര്യങ്ങൾ ആ ഒരു രീതിയിൽ കിച്ചു ഇതിന് മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറേയധികം വിമർശനങ്ങൾ രേണുവിനെതിരെ വന്നിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അപ്പോൾ അതിനുശേഷം രേണുവിന് കുറേയധികം നെഗറ്റീവ് ഉണ്ടാകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. അതിനുശേഷമാണ് കിച്ചുവും രേണുവും തമ്മിൽ ഒരു അടുപ്പമില്ലാത്ത തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയത്. അപ്പോൾ നമുക്കിതിൻ്റെ ഒരു റിയാലിറ്റി എന്താണെന്ന് അറിയത്തില്ല. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രേണു കിച്ചു തമ്മിലുള്ള വിഷയമാണ്. അവർക്ക് മാത്രമേ എന്താണ് യഥാർത്ഥത്തിലുള്ള പ്രശ്നം അതെന്താണെന്നുള്ളത് അവർ തമ്മിൽ പരിഹരിക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ കിച്ചു രേണുവിനെ കാണാൻ പോകുന്നില്ല എന്ന് പറയുന്നു. അപ്പോൾ ആ ഒരു സന്ദർഭത്തിൽ എന്തുകൊണ്ടായിരിക്കും കിച്ചു രേണുവിനെ കാണാൻ പോകാത്തത് എന്ന് ചിന്തിക്കുന്നില്ല. നീ എന്തുകൊണ്ട് പോകുന്നില്ല, അതാണ് ഇതാണെന്ന് പറഞ്ഞ് കിച്ചുവിനെ കുറ്റപ്പെടുത്തുന്ന പറയുന്നത്. അതേസമയം രേണു വന്ന് കിച്ചു എന്നെ കാണാൻ വന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോയിൽ പറയുമ്പോഴത്തേക്കും കിച്ചുവിന് ഈ പറയുന്ന രീതിയിൽ രേണുവിനെതിരെ സംസാരിക്കാനായിട്ട് കുറേയധികം പേര്, അതായത് രേണുവിനെ കമന്റ് ബോക്സിൽ ഉൾപ്പെടെ ഭയങ്കര രീതിയിൽ വിമർശിക്കാനായിട്ട് കുറേയധികം പേര്. പക്ഷേ സത്യം പറഞ്ഞാൽ അത് രേണു ഒഴിവാക്കേണ്ടതായിരുന്നു എന്ന കാര്യം സംശയമില്ല. കാരണം അങ്ങനെ ഒരു വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെയാണ് ഈ ഒരു വിഷയം ഇത്രത്തോളം കലങ്ങി മറിയാനായിട്ടുള്ള ഒരു സന്ദർഭം ഉണ്ടായത്. കാരണം രേണു വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ആ ഒരു സന്ദർഭത്തിൽ നമ്മുടെ വായിൽ നിന്ന് വീഴുന്ന ഓരോ വാക്കുകളും ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതിൽ വീണുപോയ ഒരു കാര്യമാണ് കിച്ചുവിൻ്റെ ഈ ഒരു വിഷയം. അതായത് നാട്ടുകാരെന്തോ പറയട്ടെ, നാട്ടുകാർ ഈ പറയുന്ന രീതിയിൽ കമന്റ് ബോക്സിൽ വന്നിട്ട് എന്തോ തിരക്കട്ടെ, എന്ത് കാര്യമാവട്ടെ, ഇതുപോലുള്ള കാര്യങ്ങൾ പബ്ലിക്കിന്റെ മുന്നിൽ പറയാതിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ വേണ്ടത്. അത് പറഞ്ഞതിന് ശേഷം ഉണ്ടായ കോലാഹലങ്ങൾ ചെറുതൊന്നുമല്ല എന്നുള്ളത് വാസ്തവമാണ്. അതിന് കുറച്ചുകൂടി എരിവും പുളിയും കൂട്ടി കൊടുക്കുന്ന തരത്തിലായിരുന്നു കിച്ചുവിൻ്റെ വന്ന ഒരു ഷോർട്ട് വീഡിയോ എന്ന് പറയുന്നത്. കാണാൻ പോകാം, വിഷമം മാറ്റാൻ വേണ്ടിയിട്ട് കാണാൻ പോകാം എന്ന് പറഞ്ഞുള്ള ഒരു സംഭവം. അപ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ എന്തിനാണ് പബ്ലിക്കിന്റെ മുന്നിൽ ഇങ്ങനെയുള്ള വീഡിയോസ് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും അവർ റിയാക്ട് ചെയ്യും, അവർ കുറ്റം പറയുകയും ചെയ്യും. അതേസമയം ഇതൊന്നും തന്നെ പബ്ലിക്കിന്റെ മുന്നിൽ ഇട്ട് കൊടുക്കാതിരുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുമോ? ഇല്ല. അപ്പോൾ നമ്മൾ തന്നെ ചെയ്തു കൊടുക്കുന്ന ഒരു കാര്യത്തിനുള്ള ഒരു മറു റിയാക്ഷനാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഓരോ എന്താ പറയുക റെസ്പോൺസ് എന്ന് പറയുന്നത്. ആ ഒരു തരത്തിലുള്ള അഭിപ്രായങ്ങൾ പലരും പറയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നത്. അതിൽ നമുക്കൊരിക്കലും പോസിറ്റീവ് മാത്രമേ വരാവുള്ളൂ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം പല രീതിയിൽ പല തരത്തിൽ ചിന്തിക്കുന്ന ബാഡ് ഗുഡും എല്ലാം ഉള്ള ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് കാര്യമായാലും നമ്മൾ അംഗീകരിച്ചേ പറ്റത്തുള്ളൂ. അത് നമ്മളുടെ സിറ്റുവേഷൻ ആരും മനസ്സിലാക്കത്തില്ല. നമ്മൾ ഈ പറയുന്ന രീതിയിൽ അതൊന്നും നോക്കിയിട്ടൊരു കാര്യമില്ല. ഈ പറയുന്ന രീതിയിൽ അവർ ചോദിച്ചു ഇവർ ചോദിച്ചു എന്ന് പറഞ്ഞ് അവർക്കൊരു അഭിപ്രായം ഈ ഒരു തരത്തിലുള്ള കാര്യങ്ങൾ കൊടുക്കേണ്ട ഒരു ആവശ്യം നിലവിലത്തെ സാഹചര്യത്തിൽ ഇല്ലായിരുന്നു. അത് രേണുവിൻ്റെ ഭാഗത്തു നിന്ന് വന്ന ഒരു തെറ്റായി മാറി. പക്ഷേ ആ ഒരു സാഹചര്യത്തിൽ പിന്നെ കിച്ചുവിൻ്റെ ഭാഗത്തു നിന്ന് വന്നത് അങ്ങനെ ഒരു വീഡിയോ കിച്ചു വീണ്ടും ചെയ്തിട്ടു. അത് കിച്ചുവിനും ഒഴിവാക്കാമായിരുന്നു അങ്ങനെ ഒരു കാര്യം. കിച്ചു എന്തിനാണ് ചെയ്തതെന്നോ ആരെ കാണാൻ പോകുന്നതെന്നോ ഒന്നും തന്നെ പറയാതെ ചെയ്തൊരു വീഡിയോ ആണ് അതെന്ന് പറയുന്നത്. അതിനുശേഷം കിച്ചു ഋതപ്പനുമൊത്തുള്ള ഒരു ഫോട്ടോ കിച്ചുവിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഷെയർ ചെയ്തു. അപ്പോഴും ഈ പറയുന്ന രീതിയിൽ രേണുവിനെ കാണാൻ കിച്ചു പോയില്ലേ എന്ന് പറഞ്ഞുള്ള ചോദ്യങ്ങൾ വേറെ രീതിയിൽ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് ഇവർക്കിടയിലുള്ള ഒരു പ്രശ്നമാണ്. നമുക്കറിയത്തില്ല അവർക്കിടയിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ച പ്രശ്നങ്ങൾ, എന്തുകൊണ്ടാണ് കിച്ചു ഇത്രത്തോളം ഈ ഒരു അവസ്ഥയിൽ പോലും രേണുവിനെ കാണാൻ പോകാതെ മാറി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ എന്താണ് എന്നുള്ള ഒരു റിയാലിറ്റി എന്താണ്, ആ ഒരു റിയൽ കാര്യം എന്നുള്ളത് വ്യക്തമായിട്ട് നമുക്കറിയത്തില്ല. അത് അവർക്കിടയിലുള്ള ഒരു പ്രശ്നമാണ്.
അതേസമയം മറ്റൊരു രീതിയിലും ചിന്തിക്കാം. ഈ പറയുന്ന രീതിയിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ കിച്ചുവിന് അതെല്ലാം മറന്നുകൊണ്ട് രേണുവിനെ കാണാൻ പോകാമെന്നും ചിന്തിക്കാം നമുക്ക് വേണമെങ്കിൽ. പക്ഷെ അതെല്ലാം കിച്ചുവിൻ്റെ കയ്യിലാണ്. കാരണം അവൻ അനുഭവിച്ച കാര്യം എന്താണെന്നോ അവൻ നേരിട്ട കാര്യങ്ങൾ എന്താണെന്നോ അവനുണ്ടായ അനുഭവങ്ങൾ എന്താണെന്നോ നമുക്കറിയത്തില്ല. അത് അവന് മാത്രമേ അറിയത്തുള്ളൂ. സോ നമുക്ക് കിട്ടുന്ന ഒരു ഇതായിരിക്കും നമ്മൾ തിരിച്ച് കാണിക്കുന്നതെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയും കിച്ചു കാണിക്കുന്നത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് അവനെ അറിയത്തുള്ളൂ. അത് നമുക്കാർക്കും അറിയത്തില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിൽ ഒരു ബാഡ് അഭിപ്രായം പറയാനോ ഗുഡ് അഭിപ്രായം പറയാനോ നമുക്കത് അളന്ന് തൂക്കി പറയാൻ പറ്റത്തില്ല. അതേസമയം രേണു പറയുന്ന ഒരു കാര്യം, നമുക്ക് രേണുവിന് ഒരുപാട് പേര് കുറ്റം പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ പല രീതിയിൽ പല കാര്യങ്ങളുണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ എന്തുകൊണ്ടാണ് അതൊന്ന് കുറഞ്ഞത് അല്ലെങ്കിൽ അതൊന്ന് മാറിയത്? കാരണം രേണുവിൻ്റെ സിറ്റുവേഷൻ അതാണ്. അതുകൊണ്ട് തന്നെയാണ് രേണുവിനെ ആ ഒരു രീതിയിലൊന്നും കുറ്റം പറയാത്തത്. വേറെ എന്നിട്ടും കുറ്റം പറയുന്നവർ ഒരുപാട് പേരുണ്ട്. അവരെ ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്ന് പറയാവുള്ളൂ. കാരണം അവന് സിറ്റുവേഷൻ മനസ്സിലാകാതെ ഓരോ കാര്യങ്ങൾ പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. സത്യം പറഞ്ഞാൽ എന്ന് വെച്ചാൽ ബാഡായിട്ട് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. പക്ഷേ ആ ഒരു സിറ്റുവേഷനിൽ പോലും രേണുവിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്ന ചില മിസ്റ്റേക്കുകളുണ്ട്. അതായത് രേണു ആവശ്യമില്ലാത്ത ഓരോ കോണ്ടന്റുകൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു എന്നുള്ളത് അത് പലരും വിമർശിക്കുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ രേണുവിന് ഒഴിവാക്കാമായിരുന്നു. കാരണം ഈ വീഡിയോസ് ചെയ്യുമ്പോൾ തന്നെയും ഈ അനാവശ്യമായിട്ട് ഈ കുടുംബ കാര്യങ്ങൾ ഈ പറയുന്ന രീതിയിൽ കിച്ചുവിനെ കുറിച്ച് പറയുന്നതായാലും തന്നെ രേണുവിന് നിങ്ങളുടെ സാധിച്ച് ഒഴിവാക്കാമായിരുന്നു. കാരണം രേണുവിന് കിച്ചുവിനെ കാണാൻ അത്രത്തോളം ആഗ്രഹം ഉണ്ടെങ്കിൽ അതിനുള്ള വഴി രേണുവിന് അല്ലാതെ തന്നെ ഉണ്ടാക്കാമായിരുന്നു എന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത്. അല്ലാതെ പബ്ലിക്കിന്റെ മുന്നിൽ അത് ഇട്ടു കൊടുക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറ്റരുതായിരുന്നു. അത് എന്തായാലും സംഭവിച്ചു പോയി, ഇനി പറഞ്ഞിട്ട് ഇപ്പോൾ കാര്യമില്ല. എന്തായാലും അതിനെതിരെ ഇപ്പോൾ ഈ പറയുന്ന രീതിയിൽ കിച്ചുവും വേറൊരു തരത്തിലുള്ള വീഡിയോ ആയിട്ട് വന്നു. എന്തായാലും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇവരുടെ ഒരു കുടുംബ പ്രശ്നമാണ്. കാരണം നിലവിലത്തെ സിറ്റുവേഷനിൽ ഈ പറയുന്ന രേണുവിൻ്റെ ഈ ഒരു അവസ്ഥയിൽ കിച്ചു പോയി കാണണമെന്ന് തന്നെയാണ് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായം എന്ന് പറയുന്നത്. കാരണം എന്ത് തന്നെയായാലും ഈ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ പിന്നെ അമ്മയുടെ സ്ഥാനം എന്നുള്ള രീതിയിൽ കിച്ചുവിന് പോയി ഒന്ന് കാണാം എന്നതേ ഉള്ളൂ. പിന്നെ എല്ലാം കിച്ചുവിൻ്റെ തീരുമാനമാണ്. കാരണം നമുക്ക് ആരെയും ഫോഴ്സ് ചെയ്ത് ചെയ്യിപ്പിക്കുന്നതിൽ ഒരു അർത്ഥമില്ല. കാരണം അവരവർക്ക് തോന്നണം, അവർക്ക് ആ ഒരു രീതിയിൽ പോയി കാണണം, അല്ലെങ്കിൽ അങ്ങനെ വേണം ഇങ്ങനെ വേണം ഒന്ന് വിളിക്കണം എന്നൊക്കെ തോന്നിയാൽ മാത്രമേ അതിനൊരു മനസ്സറിഞ്ഞ് ചെയ്യുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാത്രമല്ല ആരെ ഫോഴ്സ് ചെയ്ത് ഉപദേശിച്ചോ ചെയ്യുന്നതിൽ ഒരു അർത്ഥവും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ രേണുവിനെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, കിച്ചുവിനെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്കിടയിൽ നടക്കുന്ന സംഭവങ്ങൾ എന്താണെന്നോ മുൻകാലങ്ങളിൽ നടന്നിട്ടുള്ള സംഭവങ്ങൾ എന്താണെന്നോ കിച്ചു അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്നോ അതൊന്നും തന്നെ നമുക്കറിയത്തില്ല. അതുകൊണ്ട് തന്നെ ആവശ്യമില്ലാത്ത അനാവശ്യമായിട്ടുള്ള പ്രതികരണങ്ങൾ ഒന്നും അറിയാതെ ഈ പറയുന്ന രീതിയിൽ അവരുടെ കമന്റ് സെക്ഷനിൽ പോയിട്ടായാലും അല്ലാതെ തന്നെ ആയാലും ഒക്കെ തന്നെയുള്ള പ്രതികരണങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒഴിവാക്കുന്നതായിരിക്കും നല്ലതെന്ന് പറയുന്നത്. ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം, രേണു ചെയ്യുന്ന വീഡിയോയിൽ ഈ ആവശ്യമില്ലാത്ത രീതിയിലുള്ള സംസാരങ്ങൾ ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. അതായത് ഈ നമ്മൾ ഒരു കാര്യം എറിഞ്ഞു കൊടുക്കുന്ന തരത്തിലോട്ട് ഒരു സംഭവം വായിൽ നിന്ന് വീഴാതിരിക്കുന്നതാണ് ഏറ്റവും ഉചിതമായിട്ടുള്ള കാര്യം നിലവിലത്തെ സിറ്റുവേഷൻ. കാരണം ഇപ്പോൾ രേണുവിന് വേണ്ടത് മനസമാധാനമാണ്, റെസ്റ്റാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ ഇതിൽ നിന്നെല്ലാം റിക്കവറായിട്ട് വന്നിട്ട് എന്താണെന്ന് വെച്ചാൽ ആയിക്കോട്ടെ, അത് അപ്പോഴത്തെ കാര്യം. പക്ഷേ ഇപ്പോൾ വേണ്ടതെന്ന് പറഞ്ഞാൽ കുറച്ച് മനസമാധാനം ആണെങ്കിൽ അത് തീർച്ചയായിട്ടും രേണു ഈ പറയുന്ന രീതിയിൽ ഈ പബ്ലിക്കിൻ്റെ മുന്നിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ എത്തിക്കുമ്പോഴത്തേക്കും അല്ലെങ്കിൽ അത് ചെയ്യുമ്പോഴത്തേക്കും അത് ശ്രദ്ധിക്കുക, അത് പരമാവധി ഒഴിവാക്കാനായിട്ട് നോക്കുന്നതായിരിക്കും നിലവിലത്തെ സിറ്റുവേഷനിൽ നല്ലതെന്ന് പറയുന്നത്.